إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما أمرت أن أعبد رب هذه البلدة الذي حرمها وله كل شيء وأمرت أن أكون من المسلمين. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയുമൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന്റെ ഒരുക്കങ്ങളൊക്കെ ഹറം ഷരീഫുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആരംഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ അതുപോലെ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് പോകാനുള്ളവരുടെ ഒരുക്കങ്ങളുമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അതിഥികളായി വിളിക്കപ്പെട്ടവർക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചെത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല നിലക്കുള്ള യാത്രാമാർഗങ്ങളാണ് ഹജ്ജിന് പോകുന്നവരൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അള്ളാഹു അവരുടെയൊക്കെ യാത്ര സുഖകരമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വ്യക്തികൾക്കോ ചില സ്ഥലങ്ങൾക്കോ ചില സമയങ്ങൾക്കുമൊക്കെ ചില മഹത്വവും പ്രാധാന്യവുമൊക്കെ ശ്രേഷ്ഠതയുമൊക്കെ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ മനുഷ്യരുമായി ബന്ധപ്പെട്ടിടത്ത് പറയുന്നുണ്ട്, റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അള്ളാഹു തന്നെ അതിൽ നിന്ന് ചിലരെ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പൊ ചില മനുഷ്യർക്ക് അല്ലാഹു തആല പ്രത്യേകത നൽകിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളെ അല്ലാഹു തആല പവിത്രമാക്കിയിട്ടുണ്ട്. ചില സമയത്തെ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും.
മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത് മഹത്വമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, പ്രവാചകന്മാർ, റസൂലുമാർ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസി എന്ന്. ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ചില മലക്കുകളെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിൽപ്പെട്ട ഒരു മലക്കാണ്. അതുപോലെ തന്നെ വമിനൻ നാസി, മനുഷ്യരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല ചിലരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യരിൽ ചിലർക്ക് ശ്രേഷ്ഠത നൽകിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ചില മാസങ്ങളെയും ചില സ്ഥലങ്ങളെയും ഒക്കെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അത്തരം പവിത്രമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. ദുൽഖഅദ, ദുൽഹിജ്ജ മാസങ്ങളൊക്കെ 4 പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളാണ്. ഏറ്റവും മഹത്വമേറിയ മാസം എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മാസമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമുകൾ, 2 ഹറമുകൾ, മക്കയിലെയും മദീനയിലെയും ഹറമുകൾ എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമേറിയ പ്രദേശമാണ് എന്ന് വിശുദ്ധ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, മക്കയെ നോക്കി പറയുന്നുണ്ട്. ഹിജറ പോകുന്ന സന്ദർഭങ്ങളിലാണ് പറയുന്നത്. മക്കക്കാർ ആട്ടിപ്പുറത്താക്കി മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ് വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മണ്ണിൽ, ഭൂമിയിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണാണ് മക്ക, നിന്റെ മണ്ണ്. മാത്രമല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയും മക്ക, നിന്റെ മണ്ണാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, എന്നെ എന്റെ നാട്ടുകാർ ഈ മണ്ണിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ മണ്ണ് വിട്ടു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മാതിയബുക്കി മിൻ ബലദിൻ വഉഹിബ്ബുക്കി ഇലയ്യ എന്നാണ്. നീ എത്ര നല്ല മണ്ണാണ് മക്ക, എത്ര നല്ല മണ്ണാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണും നീ തന്നെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂചിപ്പിക്കുന്നത് ഹജ്ജിന് ആളുകൾ മക്കയിലേക്ക്, കഅബാലയത്തിലേക്ക്, മദീനയിലേക്കൊക്കെ പോകുന്ന സന്ദർഭങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഅബയെക്കുറിച്ചും മക്കയെക്കുറിച്ചും 2 ഹറമുകളെ കുറിച്ചുമൊക്കെ വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. അവിടേക്ക് എത്തിച്ചേരാൻ നമുക്കൊക്കെ വലിയ സ്വപ്നമാണ്, വലിയ പൂതിയാണ്. ഒരു ഉംറ ചെയ്യാൻ, ഒന്ന് ഹജ്ജ് ചെയ്യാനൊക്കെ വലിയ കൊതിയാണ്. നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ആ ഒരു ദീനിയായ താല്പര്യം നമ്മൾ നിലനിർത്തി പോരേണ്ടതുമുണ്ട്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ചു തുടങ്ങേണ്ടതുമുണ്ട്. നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ സഫലമാക്കി തരുമാറാവട്ടെ. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് ചെയ്യാനാണ്? ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ മണ്ണിന്റെ, ഈ മക്ക പ്രദേശത്തിന്റെ നാഥനെ നീ ആരാധിക്കുക എന്നെന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മക്ക പോലുള്ള ഒരു പ്രദേശത്തെ എന്തുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെടുത്തുന്നത്? അല്ലദീ ഹറമഹ വലഹു കുല്ലു ഷൈഇൻ, ആ മണ്ണിനെ പവിത്രമാക്കിയത് ആരാണ്? ആ മണ്ണിന് വേണ്ടതെല്ലാം നൽകിയത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ മണ്ണിനെ അങ്ങനെ പവിത്രമായ മണ്ണാക്കിയ, അങ്ങനെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും പുണ്യമേറിയ നിഅമത്തും ബർക്കത്തും ഒക്കെ ചൊരിയുന്ന ഒരു മണ്ണാക്കി മാറ്റിയ ആ റബ്ബ് ആരാണോ, ആ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഉമിർതു അൻ നകൂന മിനൽ മുസ്ലിമീൻ, അങ്ങനെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് നിങ്ങൾ നല്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ വചനത്തിലൂടെ നമുക്ക് ഉത്ബോധനം നൽകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ വണങ്ങുകയും അതിന് വിനയപ്പെടുകയും വിധേയപ്പെടുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല മക്കയുടെ പവിത്രതയെപ്പറ്റി, ആ മണ്ണിനെ പറ്റി പരിശുദ്ധ ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വഹാദൽ ബലദിൽ അമീൻ
എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിർഭയത്വമുള്ള, ആർക്കും സമാധാനം ലഭിക്കുന്ന, ആരും ഭയപ്പെടാതെ ജീവിക്കാൻ പാകപ്പെടുത്തിയ ഒരു മണ്ണാണ് മക്ക പ്രദേശം, അല്ലെങ്കിൽ ഹറം ഉൾക്കൊള്ളുന്ന പ്രദേശം എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രദേശത്തെ സത്യം ചെയ്തുകൊണ്ട് പറയാൻ, അതേതാണ്? ഈ കഅബ ശരീഫ് ഉൾക്കൊള്ളുന്ന മണ്ണാണ് എന്നതാണ്. ഉമ്മുൽ ഖുറ എന്ന് ആ നാടിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ? രാജ്യങ്ങളുടെ മാതാവ് എന്നാണ്. എല്ലാ രാജ്യത്തെയും സ്ഥലത്തിന്റെയും മാതാവ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ മക്ക എന്ന് പറയുന്നത്. അപ്പൊ ഈ മക്ക പവിത്രത, അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരു മുഅ്മിനിന്റെ ഒരു ഈമാനിന്റെ ഭാഗമാണത്. അള്ളാഹു പവിത്രമാക്കി കണക്കാക്കിയ വസ്തുക്കളെ, അല്ലെങ്കിൽ സ്ഥലങ്ങളെ, അല്ലെങ്കിൽ വ്യക്തികളെ, അതിന്റെ ചിഹ്നങ്ങളെ, ഷിആറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിമിന്റെ ബാധ്യതയിൽ പെട്ട കാര്യങ്ങളാണ്. പള്ളി അള്ളാഹുവിന്റെ ഒരു ഷിആറാണ്. ബാങ്ക് അള്ളാഹുവിന്റെ ഒരു ഷിആറാണ്. അങ്ങനെ തുടങ്ങിയ ഷിആറുകളുണ്ട്. നമുക്ക് പരിചയപ്പെടുത്തി തന്ന, പവിത്രമായി കാണാൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിനെയൊക്കെ നമ്മൾ പരിശുദ്ധമായി തന്നെ കാണണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മക്കയുടെ പവിത്രതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ചില വചനങ്ങൾ കാണാൻ പറ്റും. ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഇന്ന ഹാദൽ ബലദ്, ഈ മണ്ണ്, മക്ക എന്ന് പറയുന്ന മണ്ണ്, ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർള്, അതിനെ അല്ലാഹു തആല എന്നാണ് പരിശുദ്ധമാക്കിയത്? ആകാശങ്ങളും ഭൂമിയും എന്നാണോ സൃഷ്ടിച്ചത്, അന്നേ ദിവസം അല്ലാഹു തആല ഈ മണ്ണിനെ പവിത്രമാക്കിയിട്ടുണ്ട് എന്നാണ്. അത് എത്ര കാലം വരെ നിലനിൽക്കും? ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിന്റെ പവിത്രത അല്ലാഹു നിലനിർത്തുമെന്നാണ്. നമ്മളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. ലാ യുഅദു ശൗഖുഹു വലാ യുനഫറു സൈദുഹു വലാ യൽതഖിതു ഇല്ലാ മൻ അറഫഹ വലാ യുഖ്തല ഖലാഹ. അവിടെയുള്ള മുൾച്ചെടികൾ നിങ്ങൾ മുറിക്കരുത്, അവിടെ വേട്ടമൃഗങ്ങളെ നിങ്ങൾ ആട്ടിപ്പായിക്കരുത്, അവിടെ വീണ് കിടക്കുന്ന വസ്തുക്കൾ അത് പരസ്യപ്പെടുത്തി അതിന്റെ ചുമതലപ്പെടുത്ത ആളുകളല്ലാതെ അത് എടുക്കാൻ പാടില്ല. അവിടെ എല്ലാവർക്കും നിർഭയത്വം നൽകുകയാണ്. മനുഷ്യരാവട്ടെ, സസ്യങ്ങളാവട്ടെ, മൃഗങ്ങളാവട്ടെ, എല്ലാവർക്കും നിർഭയത്വമുള്ള ഒരു മണ്ണാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. അവിടെയുള്ള ചെടികൾ പിഴുതെടുക്കാൻ പാടില്ല, അവിടെയുള്ള ആളുകളെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, അവിടെ ഫിത്നയോ ഫസാദോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആരെങ്കിലും അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കിയാൽ അതിന് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന് ഖുർആൻ തന്നെ നമുക്ക് താക്കീത് നൽകുന്നുമുണ്ട്. അത്രമേൽ പവിത്രമാക്കപ്പെട്ട ഒരു മണ്ണാണ് കഅബ ശരീഫിന്റെ പരിസരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഅബാലയത്തിന്റെ, മക്കയുടെ, ഹറമിന്റെ പവിത്രത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മണ്ണിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലെ? ആ കഅബ ശരീഫ് പണിതുയർത്തുന്നത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമാണ്. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ, ഖുർആൻ അത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കഅബാലയത്തിന്റെ ആ പടവുകൾ പണിതുയർത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമാണ്. എന്നിട്ട് ആ പണി അവർ പൂർത്തിയാക്കിയതിനു ശേഷം അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഈ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു, ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ, ഇത് സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ കേന്ദ്രം, സമാധാനത്തിന്റെ ഒരു ഗേഹം, അതുപോലെ നിർഭയത്വത്തിന്റെ ഒരു നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള, സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വരാനുള്ള, ഇവിടെ വന്നാൽ സമാധാനം
സമാധാനം കിട്ടുന്ന, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അത്തരം ഒരു കേന്ദ്രമാക്കി നീ മാറ്റി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, നിന്നിൽ വിശ്വസിക്കുന്നവർ, പരലോകത്തെക്കുറിച്ച് ഓർമ്മയുള്ളവർക്ക് നീ എല്ലാ നിലക്കുമുള്ള റിസ്ക് നീ ഒരുക്കി കൊടുക്കണേ പടച്ചോനെ. ഈ മക്കയിലും ഈ അനുബന്ധ പ്രദേശങ്ങളിലും ആളുകൾക്ക് എല്ലാ ഫലവൃക്ഷങ്ങളിൽ നിന്നുമുള്ള പഴങ്ങളും നീ നൽകി അവർ അനുഗ്രഹിക്കണമേ, റിസ്ക് നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലവും കൂടിയാണ് ഇന്ന് നമ്മൾ മക്കയിലും അനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെ അനുഭവിക്കുന്ന നിഅമത്തും ബർക്കത്തും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, കടുത്ത പാറക്കല്ലുകളാൽ ചുറ്റപ്പെട്ട, കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. അറേബ്യയിലെ ഈ കഅബാലയമൊക്കെ നിൽക്കുന്ന മരുഭൂമി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അവിടെ മനുഷ്യരും വാസങ്ങളും ഒരു നാഗരികതയൊക്കെ രൂപപ്പെടുന്നത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ അറേബ്യയുടെ മരുഭൂ പ്രദേശങ്ങളിൽ മനുഷ്യരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്ര വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, കഅബ ഷരീഫ് അവിടെ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി, അവിടെ ഇബാദത്തിന്റെ ഒരു ഗേഹമാക്കപ്പെട്ടതോടുകൂടി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ദഅവത്തിന്റെ പ്രദേശം രൂപപ്പെട്ടതോടുകൂടി അവിടെ ആളുകൾ ആകർഷിക്കപ്പെടുന്ന സ്ഥലമായി. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിപ്പെടുന്ന, അവിടെ തന്നെ ഇബാദത്തുകൾക്ക് വേണ്ടി വരുന്ന, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന, ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്ന പുണ്യഭൂമിയായി കഅബ ഷരീഫ് മാറുകയാണ്. അത് കഅബയുടെ ഒരു ചരിത്രമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകളൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരിടത്ത് ഒരു നാഗരികത രൂപപ്പെട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന, എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, ഒന്നെത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന, കൊതിയോടുകൂടി അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന ഒരു മണ്ണ് ലോകത്തുണ്ടാവുകയാണ്. അതൊക്കെ അതിന്റെ പവിത്രതയും പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന്. ആ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ലോകത്ത് ആദ്യമായി പണിതുയർത്തപ്പെട്ട കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ കഅബ എന്ന് പറയുന്നത്. അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട്. സന്മാർഗം അന്വേഷിച്ചു വരുന്നവർക്ക് അവിടെ ഹിദായത്ത് ലഭിക്കുമെന്ന് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനെ ബക്ക എന്ന പേരിലും അതറിയപ്പെടുന്നുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. ഹജ്ജിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഹ്വാനം ചെയ്തു. ഹാജിമാരോട് അവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. മുഅ്മിനീങ്ങളോട് അവിടെ ഹജ്ജിന് വേണ്ടി കടന്നു വരാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഹ്വാനം ചെയ്തു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേൾക്കാൻ ഭാഗ്യമുള്ളവർ, അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുന്നവരുണ്ടാകും. അതിന് ഭാഗ്യം കിട്ടുന്നവർ, പലർക്കും പല സൗകര്യം ഉണ്ടാവും, കയ്യിൽ പണം ഉണ്ടാവും, സൗകര്യം ഉണ്ടാവും, യാത്രക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. പക്ഷേ പലർക്കും ഹജ്ജിന് ഭാഗ്യം കിട്ടാറില്ല. അതൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ അതിനുവേണ്ടി നന്നായി ആഗ്രഹിക്കുകയും നമ്മൾ അതിനുവേണ്ടി നമ്മുടെ മനസ്സൊരുക്കുകയും നമ്മുടെ ജീവിതം അതിനുവേണ്ടി തയ്യാറാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിനുള്ള വിളി എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജും തവാഫും ഇഅ്തികാഫും ഇബാദത്തും ദുആയുടെയും ഒക്കെ കേന്ദ്രമായി കഅബ ഷരീഫ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഹ്വാനത്തോടുകൂടി അങ്ങനെ മാറുന്നതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. അങ്ങനെ ബർക്കത്തും പുണ്യങ്ങളും നിഅമത്തും കിട്ടുന്ന ഒരു കേന്ദ്രം, അവിടെ ലഭിക്കുന്ന ആരാധനയുടെ പുണ്യം നിങ്ങൾ കണക്കാക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മദീനത്തെ ഒരു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമസ്കരിക്കുന്ന നമസ്കാരത്തെക്കാൾ 1000 ഇരട്ടി പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാളത് മസ്ജിദുൽ ഹറമിൽ വെച്ചാണ്, കഅബ ഷരീഫിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അയാൾക്ക് 1,00,000 പ്രതിഫലം ലഭിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ 100 ഇരട്ടി നമസ്കരിച്ചതിന്റെ പുണ്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഖിബ്ലയാണ് കഅബ ഷരീഫ് എന്ന് പറയുന്നത്. അത് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം സൂചിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ മയ്യത്ത് ഖബറിൽ മയ്യത്ത് ഇറക്കി വെച്ച് അത് ചരിച്ച് കിടത്തുന്നത് ആ ഖിബ്ലയിലേക്ക് മുഖം തിരിച്ചിട്ടാണ് എന്നതും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അതൊക്കെ ആ സ്ഥലത്തിന്റെ ഒരു പ്രാധാന്യത്തെ സൂചിപ്പിക്കും.
സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു ആദ്യകാലത്ത് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. നമ്മുടെ ഖിബ്ല, ആദ്യത്തെ ഖിബ്ല അതായിരുന്നു. ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബൈത്തുൽ മുഖദ്ദസിനെ പൂർണ്ണമായും നമുക്ക് അധീനപ്പെടുന്ന രൂപത്തിലേക്ക് അല്ലാഹു മാറ്റി തീർക്കുമാറാവട്ടെ. ആ പ്രദേശത്തിൽ നിന്ന് കഅബ, മക്ക കേന്ദ്രമായി ഖിബ്ലയാകണമെന്ന് റസൂലുള്ളാഹിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം റസൂലുള്ളാഹി നിരന്തരമായി പ്രാർത്ഥിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും കഅബ ശരീഫ് ഖിബ്ലയാക്കി പുനർനിർണയിക്കുകയും ചെയ്തു എന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രാധാന്യവും പവിത്രതയും ഒക്കെ ഉൾക്കൊള്ളുക. കഅബയെക്കുറിച്ചും അതുപോലെ തന്നെ മക്കയെക്കുറിച്ചും ദീനിനെ കുറിച്ചും അതിന്റെ ഷിആറുകളുടെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാകേണ്ടതുണ്ട്. അതിനെപ്പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ സത്യസന്ധമായ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കഅബ ഒരു ഏറ്റവും വലിയ ഉറൂസിന്റെ കേന്ദ്രമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് ഉറൂസിന്റെ കേന്ദ്രമായിട്ടല്ല പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് സിയാറത്തിനുള്ള സ്ഥലമാണ്, തീർത്ഥാടനത്തിനുള്ള സ്ഥലമാണ്. പക്ഷേ അത് ഇവിടെ നടക്കുന്ന പോലുള്ള ഒരു ഉറൂസിന്റെ കേന്ദ്രമായിട്ട് നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആണ്ടാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്. എത്ര മോശമായ കാര്യങ്ങളാണ്, ദീൻ പഠിപ്പിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. പുണ്യം പ്രതീക്ഷിക്കുന്നവരെ പരിശുദ്ധ ഖുർആൻ അതിനെ എന്താണോ വിശേഷിപ്പിച്ച് തന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെപ്പറ്റി എന്താണോ പഠിപ്പിച്ചു തന്നത്, അതാണ് നമ്മൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ആ നിലക്ക് സത്യസന്ധമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കഅബയും മക്കയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സന്ദർഭങ്ങളാണ്. അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയൊക്കെയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ആരംഭിക്കുക എന്നതൊക്കെയാണ് സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. നിങ്ങൾക്ക് വലിയ പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ സിയാറത്ത് പോകേണ്ട 3 പള്ളികളുണ്ട്. അതല്ലാത്ത ഒരു പള്ളികളിലേക്കും വലിയ പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ യാത്രാപാഥേയം ഒരുക്കാൻ പാടില്ല. ഒരു തീർത്ഥയാത്ര പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് യാത്ര പോകാൻ പറ്റുന്ന 3 പള്ളികളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റ് ലോകത്തെ എല്ലാ പള്ളികൾക്കും ഒരേ പ്രതിഫലവും ഒരേ പ്രാധാന്യവുമാണ് എന്നാണ്. ചരിത്രപരമായി ചിലപ്പോൾ പഴക്കങ്ങൾ കൊണ്ടോ നിർമ്മിതിയിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളിവിടെ ഇക്കരപ്പടി പള്ളിയിൽ ഒരു ജമാഅത്തിൽ പങ്കെടുത്താൽ അതിന് 27 ഇരട്ടി കൂലി ഉണ്ടാവും. നമ്മളതൊരു വേറെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്താലും ആ കൂലി ഉണ്ടാവും. അതേസമയം 3 പ്രത്യേകമായ പള്ളികൾ റസൂലുള്ളാഹി നമ്മോട് സൂചിപ്പിച്ചു. നമ്മൾ സിയാറത്ത് പോകേണ്ട പള്ളി, സന്ദർശിക്കാൻ അനുമതിയുള്ള പള്ളി, അവിടെ എത്തിച്ചേരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പള്ളി, അതിന് വലിയ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച പള്ളി 3 പള്ളികളാണ്. ഒന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം. അത് കഅബ ശരീഫ് ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാം പള്ളിയാണ്. അവിടുത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലം ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത്തെ റസൂലുള്ളാഹി പറഞ്ഞു, മസ്ജിദി ഹാദാ, മസ്ജിദുൻ നബവിയെ, മദീനത്തെ പള്ളിയെ ചൂണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, ഈ പള്ളി എന്റെ ഈ പള്ളി എന്ന് ഓർമ്മിപ്പിച്ചു. ആ പള്ളിയിൽ നമസ്കരിച്ചാലുള്ള പ്രതിഫലവും ഞാൻ സൂചിപ്പിച്ചു. അവിടേക്കാണ് രണ്ടാമത് പോകാൻ നിർദ്ദേശിക്കപ്പെട്ടത്. മൂന്നാമത്തത് വൽ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ എന്ന് വിശേഷിപ്പിച്ച പള്ളിയിലേക്കാണ്. ഈ 3 പള്ളിയിലേക്കല്ലാതെ വേറൊരു പള്ളിയിലേക്കും നിങ്ങൾ തീർത്ഥയാത്ര പുണ്യം പ്രതീക്ഷിച്ച്
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ ചെന്നാൽ എന്റെ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് പ്രതീക്ഷിച്ച് പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. മമ്പുറത്ത് പോയാൽ അത് ഈ പള്ളിയുടെ കൂട്ടത്തിൽപ്പെടില്ല. ഏർവാടിയിൽ പോകുന്നവരുണ്ട് ഇതേ ഉദ്ദേശത്തിൽ, ഈ പള്ളിയുടെ ഗുണത്തിൽ ഈ കൂട്ടത്തിൽപ്പെടുകയില്ല. അജ്മീറിലേക്കും നാഗൂരിലേക്കുമൊക്കെ ഇത്തരത്തിലുള്ള സിയാറത്ത് തീർത്ഥയാത്രകൾ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. ആ വണ്ടിക്കൂലിയും പണവും അധ്വാനവും യാത്രയും ഒക്കെ വിഫലമാകുമെന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന്, തെറ്റായ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കാൻ പോണതിന്റെ കൂട്ടത്തിൽ പോണ കാര്യമല്ല ഈ പറയണത്. അത് പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ ചെന്ന് സുജൂദിൽ വീണതും അവിടെയുള്ള ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കുന്നതും ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. വലിയ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 പള്ളികൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. മറ്റൊന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി, ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ ധൃതിപ്പെടുക എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു, ആർക്കൊക്കെ എന്തൊക്കെയാണ് പെട്ടെന്ന് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ല സമയവും സന്ദർഭവും ഒക്കെ നോക്കി നിങ്ങൾ നേരത്തെ ഹജ്ജിന് പുറപ്പെടാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നല്ല യുവത്വമുള്ള സമയത്താണ് ഹജ്ജ് ചെയ്യാൻ ഏറ്റവും നല്ലത്. സാമ്പത്തികമായി നമുക്ക് സംവിധാനങ്ങൾ ഒരുങ്ങുന്നുണ്ട് എങ്കിൽ, ആരോഗ്യപരമായി നമുക്കതിനുള്ള അവസരം ആയിട്ടുണ്ട് എങ്കിൽ ഹജ്ജിന് പോകാനൊക്കെ നമ്മൾ ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ആ യുവത്വത്തിന്റെ സമയമാണ്. എല്ലാം നല്ല ചടുലതയോടുകൂടി, വളരെ ഏകാഗ്രതയോടുകൂടി, കാര്യങ്ങൾ വലിയ ക്ഷീണമൊന്നുമില്ലാതെ അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും സമർപ്പിച്ച് വളരെ ഭംഗിയായി, വളരെ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മുടെ യുവത്വ സമയം എന്നൊക്കെ പറയുന്നത്. ഇത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അതാണ് അതിന്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. പലപ്പോഴും അവസാനത്തിലേക്ക് ആളുകൾ ഇങ്ങനെ നീക്കിവെക്കും. ആരോഗ്യം ക്ഷയിക്കും, പ്രയാസങ്ങൾ രൂപപ്പെടും, അതിനിടയിൽ മരണം സംഭവിക്കും. അങ്ങനെ കാത്തു നിൽക്കേണ്ട സംഗതിയല്ല. നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ അത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ്. എത്രയോ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആളുകളുണ്ടാവും, എത്രയോ ടൂർ പോകുന്ന ആളുകളുണ്ടാവും. പക്ഷേ അവർക്കൊന്നും ഒരു ഉംറയോ ഹജ്ജോ ചെയ്യാനൊന്നുള്ള നീയത്ത് പലപ്പോഴും കാണാറില്ല. അതൊക്കെ അവസാനത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിച്ച് എല്ലാ ഇടപാടുകളും തീർന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയല്ല അതിന് ശരിക്കും വേണ്ടത്. അത് ഫർളായ ഒരു കാര്യമാണ് എന്ന നിലക്ക് നമ്മൾ അതിന്റെ പ്രാധാന്യം പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഹജ്ജിനൊക്കെ പാകപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ എന്താ ഹജ്ജിന് പോകാത്ത, ഹജ്ജിന് പോകാൻ സമയമായില്ലേ, എന്തുകൊണ്ട് നീ പോകുന്നില്ല എന്ന് ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, ആരോഗ്യം ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ഞാൻ ജിസിയ, പ്രത്യേകമായി നികുതി ഏർപ്പെടുത്തുമെന്നൊക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അദ്ദേഹത്തിന്റെ അനുചരന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിന് പ്രേരിപ്പിക്കുകയും അതിന് നേരത്തെ ഒരുങ്ങുകയൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെയും ദീനിന്റെയും ഒക്കെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട ബലികർമ്മത്തിൽ പങ്കാളികളാവാനുള്ള ആളുകൾക്കുള്ള അവസരം നമ്മുടെ മഹൽ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് അതിന്റെ പണമടച്ച് അതിന്റെ ഷെയറ അല്ലെങ്കിൽ ഒരു ഉരുവിനെയോ ഒക്കെ അതിൽ ചേർന്ന് പങ്കാളികളാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ മദ്രസയുടെ കോമ്പൗണ്ടിൽ മദ്രസ കുട്ടികൾക്കും അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുന്നവർക്കും പൊതുവായ നിലക്കൊക്കെയുള്ള ഇസ്ലാമിന്റെ നല്ല സന്ദേശങ്ങളെ രേഖപ്പെടുത്തി ചെറിയ ചെറിയ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരു സദക്കയായി, കുറെ കാര്യങ്ങൾ പഠിക്കാനായി, സദക്ക ജാരിയായിട്ടൊക്കെ ഉപകാരപ്പെടും എന്ന നിലക്കും മദ്രസയിലെ കുട്ടികൾക്കും കൂടുതൽ ഉപകാരപ്പെടുമെന്ന നിലക്കാണ് അത് ചെയ്യുന്നത്. അതിന് ചില സാമ്പത്തിക ബാധ്യതകളുണ്ട്. 30,000 റുപ്യ അതിന് ചെലവ് വരും. ആർക്കെങ്കിലും ആ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളികളാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഭാരവാഹികളെ സമീപിക്കണം എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ മഹലിൽ നിന്ന് ഹജ്ജിന് പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ഒരു യാത്രയപ്പ് ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം നമ്മുടെ മദ്രസ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ മഹലിലെ അംഗങ്ങളൊക്കെ സാധ്യമായവരൊക്കെ ആ ഒരു സൽക്കർമ്മത്തിലും പങ്കാളികളാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
മറ്റൊന്ന് നമ്മുടെ മഹല്ലിലെ അംഗങ്ങളുടെ ഒരു വിവരശേഖരണാർത്ഥം ഒരു സർവേ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഞായറാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ വളണ്ടിയർമാർ നമ്മുടെ വീടുകളിൽ വരും. ചെറിയ ഡാറ്റ കളക്ഷനൊക്കെയാണ് നമ്മുടെ മഹല്ലിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും പോരായ്മകളൊക്കെ നികത്താനൊക്കെ ആവശ്യമായ ഡാറ്റകളാണ് എടുക്കുന്നത്. വളരെ സുരക്ഷിതമായ രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും ആ ഒരു പ്രവർത്തനവുമായി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകൾ പരിഹരിക്കുകയും നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ സഫലമാക്കി അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിർത്തി പ്രദേശങ്ങളിൽ അല്ലാഹു തആല സമാധാനം പ്രസ്താവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കുതന്ത്രങ്ങളെ കുറ്റവാളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും പരാജയപ്പെടുത്തുകയും അവരുടെ തന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. എല്ലാ നിലക്കുമുള്ള ഭീഷണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവെ, എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും ഞങ്ങളിൽ നീ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഇണകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് ദിശ നൽകിയ ഞങ്ങളുടെ ഉമറാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അല്ലാഹുവെ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കാലവിപത്തുകളിൽ നിന്ന്, അല്ലാഹുവെ, അഹ്ശറയിലെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടം പറയുന്നവരുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവെ, എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. പരിശുദ്ധ ഉംറക്കും ഹജ്ജിനും വേണ്ടി ഒരുങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജും നിർവഹിച്ച് തിരിച്ചെത്താനുള്ള തൗഫീക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത് നിന്റെ പരിപൂർണമായ തൃപ്തി കരഗതമാക്കാനുള്ള ഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.